വത്സല മകനായ ജേക്കബ് തൂങ്കുഴി, എന്നെ സംവഹിക്കുന്ന കഴുതയാകുവാൻ നിന്നെ തിരഞ്ഞെടുത്തു. എൻ്റെ ശാന്തശീലവും വിനീത ഹൃദയവും നിനക്ക് ഞാൻ നൽകി. അങ്ങനെ യേശുവിനെ വഹിക്കുന്ന കഴുതകൾക്ക് കൊടുക്കുന്ന ഒരു അവാർഡാണ് ഈ ഹോസാന അവാർഡ്. എന്നെ അവർ വിലയിരുത്തിയത് ഇങ്ങനെ ഒരു കഴുതയായിട്ടാണ്. ഗ്രേസ് ജീവൻ ഹോസാന അവാർഡ് സമർപ്പണം. സ്വർഗീയ ജെറുസലേമിലേക്കുള്ള നമ്മുടെ പ്രവേശനത്തിൻ്റെ പൂർവ്വപ്രതീകമായ ഓശാന ഘോഷയാത്രയെ അനുസ്മരിച്ചുകൊണ്ട് യേശുക്രിസ്തുനാഥൻ്റെ എളിയ വാഹകരായി ജീവിതം നയിക്കുന്ന 7 കർത്താവിൻ്റെ കഴുതകളെ ഹോസാന അവാർഡ് നൽകി ആദരിക്കുകയാണ്. പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവർക്ക് പ്രവാചകന്റെ പ്രതിഫലവും നീതിമാനെ നീതിമാനായി സ്വീകരിക്കുന്നവർക്ക് നീതിമാന്റെ പ്രതിഫലവും ലഭിക്കുന്നു. ഈ ദൈവവചന വാഗ്ദാനപ്രകാരം കേരള സഭയിലെ സമുന്നതമായൊരു വേദിയിൽ ഗ്രേസ് ജീവൻ ട്രസ്റ്റ് യഥായോഗ്യം പരിഗണിക്കപ്പെട്ടു. നമുക്ക് തൂങ്കുഴി പിതാവിൻ്റെ വാക്കുകൾക്ക് കാതോർക്കാം. Your Eminence Carl Teresford Pitopo, Your Excellency, Apostolic Nuncio Petro Lopes Quintana, ഏറ്റവും സ്നേഹമുള്ള ആൻഡ്രൂസ് താഴത്തെ പിതാവേ, അധ്യക്ഷതയിലെ മറ്റ് പ്രശസ്തരായ വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, സകലരുമേ, എൻ്റെ ജീവിതം വിജയമായിരുന്നു പരാജയമായിരുന്നു ഒക്കെ ഞാൻ എന്നെ തന്നെ നോക്കുമ്പോൾ ഞാൻ വലിയ വിജയമൊന്നും കാണുന്നില്ല. എങ്കിലും ഇങ്ങനെയൊക്കെ കടന്നുപോയി. മദർ തെരേസയോട് ചോദിച്ചില്ലേ, നിങ്ങളുടെ ഈ സേവനമൊക്കെ വിജയമാണോ ഇല്ലയോ? അപ്പോൾ മദർ തെരേസ പറഞ്ഞു, എന്നോട് കർത്താവ് വിജയിക്കാനൊന്നും പറഞ്ഞിട്ടില്ല. എന്നോട് പറഞ്ഞ് വിശ്വസ്തയോടെ ജോലി ചെയ്യാൻ മാത്രമേ ഉള്ളൂ. വിജയം പരാജയം എനിക്ക് പ്രശ്നമില്ലെന്ന് പറഞ്ഞതുപോലെ ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ 34 കൊല്ലം ബിഷപ്പായി കഴിഞ്ഞപ്പോൾ എന്നെ ഒരു കൂട്ടർ ശരിക്കും വിലയിരുത്തി. അത് ഇവിടെ ഗ്രേസ് ജീവൻ ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു അസോസിയേഷനുണ്ട്. അവർ പറഞ്ഞു, ഞങ്ങൾ പിതാവിൻ്റെ ഒരു അവാർഡ് തരാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എന്ത് അവാർഡാണിത്, എന്താണ് നിങ്ങൾക്കുള്ള അവാർഡ്? അപ്പോൾ അതിന് അവാർഡിൻ്റെ പേര് ഹോസാന അവാർഡ് എന്നാണ്. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ ഹോസാന അവാർഡിൽ ഈ ഹോസാന ദിവസം ഒരു കഴുത യേശുവിനെ വഹിച്ചുകൊണ്ട് പോയി. അങ്ങനെ യേശുവിനെ വഹിക്കുന്ന കഴുതകൾക്ക് കൊടുക്കുന്ന ഒരു അവാർഡാണ് ഈ ഹോസാന അവാർഡ് എന്ന് പറഞ്ഞു. അപ്പോൾ 34 കൊല്ലം കഴിഞ്ഞപ്പോൾ എന്നെ അവർ വിലയിരുത്തിയത് ഇങ്ങനെ ഒരു കഴുതയായിട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു, നല്ല അവാർഡാണ്, എനിക്ക് പറ്റിയ അവാർഡാണത്, അതുകൊണ്ട് എനിക്ക് തന്നേക്കാൻ പറഞ്ഞ് ഞാനത് സ്വീകരിക്കാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ റോള് കർത്താവിനെ വഹിക്കുക എന്നുള്ളതായിരുന്നു. ഞാനിനി സമയമില്ലാത്തതുകൊണ്ട് അധികം പറയുന്നില്ല. എനിക്ക് എല്ലാവരോടും നന്ദി പറയാൻ വലിയ താല്പര്യമുണ്ട്. വത്സല മകനായ ജേക്കബ് തൂങ്കുഴി, അമ്മയുടെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു, വിശുദ്ധീകരിച്ചു. എന്നെ സംവഹിക്കുന്ന കഴുതയാകുവാൻ നിന്നെ തിരഞ്ഞെടുത്തു. എൻ്റെ ശാന്തശീലവും വിനീത ഹൃദയവും നിനക്ക് ഞാൻ നൽകി. എൻ്റെ നുകം വഹിക്കുവാൻ പഠിപ്പിച്ചു. മാധുര്യവും സ്നേഹവും നിറഞ്ഞ എൻ്റെ സംഭാഷണ ശൈലി നിനക്ക് കൈമുതലായി നൽകി. നിന്നെ ഞാൻ സംപ്രീതനായ എൻ്റെ പ്രിയപുത്രനാക്കി. കർത്താവിൻ്റെ കൃപാവത്സരം പ്രഘോഷിക്കുവാൻ എൻ്റെ ആത്മാവിനെ നിനക്ക് ഞാൻ നൽകി. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സുവിശേഷത്തിലേക്ക് അനേകരെ ആനയിക്കുവാൻ ഞാൻ നിന്നെ ഉപകരണമാക്കി. അന്ന് ജെറുസലേമിലേക്ക് എന്നെ ആനയിച്ച കഴുതയുടെ ദൗത്യം വിശ്വസ്തതാപൂർവം നീ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. നിന്നെ ഞാൻ എൻ്റെ ചുമലിലേറ്റി സ്വർഗീയ ജെറുസലേമിലേക്ക് ആനയിക്കാം. ആമേൻ. ഹല്ലേലൂയ. തൃശൂർ അതിരൂപതയുടെ അഭിവന്ദ്യ മെത്രാപ്പോലിത്ത മാർ ആൻഡ്രൂസ് താഴത്ത് ഗ്രേസ് ജീവൻ ട്രസ്റ്റിന് അനുഗ്രഹ സന്ദേശം നൽകുന്നു. ഗ്രേസ് ജീവൻ സ്പിരിച്വൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പ്രസ്ഥാനം ഈ കാലഘട്ടത്തിൻ്റെ ഒരാവശ്യം എന്ന നിലയിൽ വ്യക്തികളുടെ ആത്മനവീകരണത്തിന്, ജീവിത നവീകരണത്തിന്, സുവിശേഷത്തിൽ അധിഷ്ഠിതമായ
ഒരു ജീവിതക്രമത്തിനൊക്കെ വളരെയേറെ സഹായിക്കുന്ന ഒന്നാണ്. ഈ പ്രസ്ഥാനം തുടങ്ങിയിട്ട് 1 വർഷം തികയുന്ന ഈ അവസരത്തിൽ ഹോസാന അവാർഡ് എന്ന പേരിൽ സമൂഹത്തിൽ സുവിശേഷാത്മകമായ ജീവിതം നയിച്ചിട്ടുള്ള പ്രതിഭകളെ ആദരിക്കുന്നതിനും അങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ഒരു പ്രവർത്തനം കൂടി നടത്തുന്നു എന്നറിയുന്നതിൽ തൃശ്ശൂർ അതിരൂപതയുടെ മെത്രാപ്പോലീത്ത എന്ന നിലയിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. വാസ്തവത്തിൽ ഈ കാലഘട്ടത്തിൽ സുവിശേഷവാഹകനായി ജീവിതം കൊണ്ട് പ്രവർത്തനം കൊണ്ടുമൊക്കെ വളരെയേറെ തെളിയിച്ചിട്ട മഹത് വ്യക്തിത്വമാണ് എൻ്റെ മുൻഗാമിയായിട്ടുള്ള തൂങ്കുഴി പിതാവ്. ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ സന്ദേശത്തിൻ്റെ വേളയിൽ മാർച്ച് 18-ാം തീയതി ഗ്രേസ് ജീവൻ ട്രസ്റ്റ് നൽകാൻ പോകുന്ന അവാർഡിനെ വളരെ മൂല്യവത്തായിട്ട് കാണുകയും യേശുവിനെ വഹിക്കുന്ന കഴുതയെ പോലെ കഴിഞ്ഞ 34 വർഷം എനിക്കും യേശുവിനെ വഹിക്കാനും ധരിക്കാനും യേശുവിനോടൊപ്പം ജെറൂസലമിലേക്ക് യാത്ര ചെയ്യാനും സാധിച്ചിട്ടുള്ള വലിയ സന്തോഷം പ്രകടിപ്പിക്കുകയുണ്ടായി. ഈ പ്രസ്ഥാനത്തിൻ്റെ ഈ പ്രവർത്തനത്തെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ തന്നെ ഞാൻ അനുമോദിക്കുകയും ഇങ്ങനെ സമൂഹത്തിൽ യേശുവിനെ കൊടുക്കാൻ വിശക്കുന്നവന് അപ്പത്തിൻ്റെ രൂപത്തിൽ, ദാഹിക്കുന്നതിന് വെള്ളത്തിൻ്റെ രൂപത്തിൽ, വേദനിക്കുന്നവന് അവന് ചികിത്സിക്കുന്ന രൂപത്തിൽ, എല്ലാത്തിനും ഉപരി ദരിദ്രർക്ക് സുവിശേഷത്തിൻ്റെ രൂപത്തിൽ അവതരിപ്പിക്കാൻ ഗ്രേസ് ജീവൻ ട്രസ്റ്റിന് ഇനിയും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപാതിരേകം നിങ്ങളുടെ മേലുണ്ടാകട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നിങ്ങൾക്ക് ലഭിക്കട്ടെ. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമസ്കാരം. ഗ്രേസ് ജീവൻ ട്രസ്റ്റിന്റെ പ്രസിദ്ധീകരണങ്ങൾ ഓരോന്നും ആശീർവദിച്ച് പ്രകാശന കർമ്മം നിർവഹിച്ചു തന്ന അഭിവന്ദ്യരായ കർദിനാൾ, മെത്രാപ്പോലിത്ത, വികാരി ജനറൽ, പാരിഷ് റെക്ടർ, പുരോഹിത ശ്രേഷ്ഠർ, സിസ്റ്റേഴ്സ് തുടങ്ങിയവർക്കെല്ലാം ഹൃദയംഗമമായ നന്ദി അർപ്പിക്കുന്നു. ഇടനെഞ്ചിലെരിയുന്ന കനലിൻ്റെ ചൂടേറ്റ് കൊഴിയുന്ന കണ്ണുനീർ മുത്തെടുത്ത് തായേ ഉമക്കായി ഞാൻ ചേർത്ത് വയ്പേ 53 മണി ജപമാലൈ. PSD എന്ന് പറഞ്ഞാൽ പാം സൺഡേ ഡോങ്കി, ഓശാന ഞായറാഴ്ചത്തേക്ക് എഴുതാം. അപ്പോൾ ആ അവാർഡും ആ ബിരുദവും ഇന്ന് ഔദ്യോഗികമായി കിട്ടിയതിൽ സന്തോഷിക്കുന്നു. യേശുവിൻ്റെ കഴുതയായി തിരഞ്ഞെടുക്കപ്പെട്ട ഞാൻ സിസ്റ്റർ നോർബർട്ട്, ആ യേശുവിൻ്റെ കഴുതയായ എന്നെ ഇതിനായി തിരഞ്ഞെടുത്ത അനന്തമായ കൃപയ്ക്ക് നന്ദി പറയുന്നു. തനിക്ക് എവിടെ നിന്ന് അപ്പം കിട്ടിയെന്ന ഒരു യാചകൻ കൂട്ടിയാചകരോട് പറഞ്ഞു കൊടുക്കുന്ന രീതിയുടെ പേരാണ് സുവിശേഷ പ്രഘോഷണം. എല്ലാവരും യാചകരാണ്, എല്ലാവരും. all of us are beggars, rich people. ഗ്രേസ് ജീവൻ കൂട്ടായ്മയുമായി സഹകരിക്കുന്ന സകലമാന അഭ്യുദയകാംക്ഷികൾക്കും ഒരിക്കൽ കൂടി നന്ദിയുടെ നറുമലരുകൾ ആത്മാർത്ഥമായി അർപ്പിക്കുകയാണ് ഞങ്ങൾ. ഹല്ലേലൂയ. നമ്മുടെ അഡ്രസ്